പരിപാടി. ഇനി നമുക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാം. സോ ഞാൻ ഇങ്ങനെ മുഖത്ത് ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കയ്യിലും തേച്ചിക്കണം. ഇനി നേരെ കണ്ണെഴുതുകയാണ്. എനിക്ക് കണ്ണെഴുതുമ്പോൾ എപ്പോഴും നെഞ്ചിലിപ്പോൾ കാരണം എനിക്കിങ്ങനെ കണ്ണാടിയുടെ അടുത്ത് നിന്ന് എഴുതണം. ഇങ്ങനെ ദൂരെ നിന്ന് എഴുതുമ്പോഴത്തേന് എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ണെഴുതുമ്പോൾ ഇങ്ങനെ തെറ്റി പോകും. ഞാൻ ഇവിടെ വരയ്ക്കേണ്ട ചിലപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി വരയ്ക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെയാണ് കേട്ടോ കണ്ണെഴുതുന്നത്. തെറ്റിപ്പോകല്ലേ എന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അപ്പോൾ അവൾ സ്പ്രേയും കൊണ്ടുവന്നിട്ട് ഇതൊന്ന് മണത്ത് നോക്ക്, ഇതൊന്ന് അടിച്ച് നോക്ക്, നല്ല മണമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കൊള്ളാം, അടിപൊളി. എന്നിട്ട് ഞാൻ നേരെ ലിപ്സ്റ്റിക്ക് ഇടുകയാണ് കേട്ടോ. എനിക്കാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ജീവനാണ് ഈ ഷെയ്ഡ്. എനിക്ക് ഈ ഷെയ്ഡ് ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്, എന്തോ നൈസാണ്. ഇനി നേരെ മുടി കിട്ടുക. എൻ്റെ മുടി കെട്ടുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു പരിപാടി. കാരണം എൻ്റെ മുടി എപ്പോഴും ചടക്കായിരിക്കും. കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിലും നല്ല ചടക്കാവും. കണ്ടില്ലേ, ഞാൻ ചെയ്യാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടെന്ന് വിചാരിച്ച് നേരെ മേൽവശം മാത്രം കെട്ടിയിട്ട് ക്ലിപ്പ് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ നേരം എനിക്ക് മെനക്കെടാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അന്നേരത്തിന് ഞാൻ നേരെ ക്ലിപ്പ് ഇട്ടു. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല മുടിയുടെ, പക്ഷേ ഫുള്ള് ചടക്കാം, അത് വേറെ കാര്യം. ഇനി സ്പ്രിങ്ങൊക്കെ ഇങ്ങനെ എടുത്തിടുകയാണ് മുടിയുടെ ഫ്രണ്ടിൽ. ഓക്കെ, സെറ്റായിരിക്കണം. ഇനി കുറച്ച് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തില്ല. ഇനി അവൾക്കും 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങിയിട്ട് നേരെ അവൾ ഡ്യൂട്ടിക്കും പോയി, ഞാൻ ഹോസ്പിറ്റലിലെ വെളിയിലേക്കും വന്ന്. ഇനി നല്ല ഹാപ്പിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോകുന്നത് കൊണ്ടിട്ട്. സോ അതെൻ്റെ മുഖത്തില്ല. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.